അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് എല്ലാവർക്കും. സുഖമാണല്ലോ? അപ്പോൾ ഇതൊരു ലോങ് വീഡിയോയുടെ സംഭവമൊന്നും അല്ല. പക്ഷേ ലോങ് വീഡിയോ ആക്കാൻ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഒരു കേക്കാണ്. അപ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇത് കേക്കാണെന്ന്. ഈ കേക്കിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ഇതൊരു ബ്രാൻഡായിട്ട് ഇങ്ങനെ പുറത്തിരുന്ന് ഒരു ആള് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ഒരു കേക്ക് കുറച്ച് നാളായിട്ട് വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ടീ കേക്കാണ്, സ്പഞ്ച് കേക്കാണ്, വാനില കേക്കാണ്. സ്പഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരു സ്പഞ്ചും കാണാനില്ല. കേക്ക് കേക്ക് തന്നെയാണ്. പക്ഷെ ഭയങ്കര ഡ്രൈനെസ് എന്ന് വെച്ചാൽ തൊണ്ടയിൽ കുരുങ്ങി ആൾ ഔട്ടാവുമോ എന്നുള്ളൊരു സംശയമില്ല. പൊതുവേ ഇക്കടെ വാനില സ്പഞ്ചിന് ഫേവറേറ്റ് ആയിട്ട് കാണുന്നതാണ്. പക്ഷേ ടീ കേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇക്കക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇരുന്ന ഇരിപ്പിൽ തിന്ന് തീർക്കും. പക്ഷേ ഇത് ഇക്കയെ കൊണ്ട് കഴിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇതിന് ചീത്താവാനാ, എവിടെ കൊടുക്കാൻ, വേസ്റ്റ് ചേച്ചി വന്നെടുത്ത് കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വേണ്ട, അവർക്കൊക്കെ കൊടുക്കുന്ന സമയത്തും അവർക്കും ഇതേ ഡ്രൈനെസ് ആണല്ലോ, മനുഷ്യന്മാരല്ലേ. അപ്പോൾ അതിനെന്തെങ്കിലും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ തോന്നിയില്ല. കാര്യം ഇപ്പോൾ എന്തെടുത്താലും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പെട്ടെന്ന് തോന്നാറില്ല. പകുതി എത്തുമ്പോഴാണ് ഓ വാവ് സൂപ്പർ, ഇത് നമുക്കൊന്ന് വീഡിയോ എടുത്തിരിക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടാണ് വീഡിയോ എടുക്കൽ. അങ്ങനെ ഇതാ വന്നു, ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തു. പാലും പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി കൂടെ വാനില എസൻസും കൂടി ചേർത്തിട്ടാണ് തിളപ്പിക്കാൻ വെച്ചിരുന്നത്. അത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ്. ഒരു 2 കപ്പ് പാലാണ് നന്നായിട്ട് തിളപ്പിക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മിൽക്ക് കേക്ക് സോക്കിംഗ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, വിപ്പിംഗ് ക്രീം പൗഡർ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിലും 2 ടേബിൾ സ്പൂൺ പാലും ഒഴിച്ച് വിപ്പിംഗ് പൗഡറും ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് കട്ടിക്ക് സ്റ്റിഫ് പീക്കല്ല, കുറച്ചിങ്ങനെ ലൂസായിട്ടിരിക്കുന്ന ഒരു പരുവത്തിലാണ്. കുറച്ചിങ്ങനെ ഐസ്ക്രീമിൻ്റെ പരുവം ഉണ്ടല്ലോ, ഐസ്ക്രീമിന് വേണ്ടി നമ്മൾ സ്റ്റിഫ് പീക്കിൻ്റെ മുമ്പായിട്ടുള്ള ഒരു പരുവത്തിലെടുക്കില്ല, ആ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് പിങ്ക് കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കളറ് എന്തായാലും മനസ്സിലിങ്ങനെ ചെയ്ത് വന്ന സമയത്ത് എനിക്ക് തോന്നി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം. അപ്പോൾ കുറച്ച് അവിടെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മുടെ മിൽക്ക് സിറപ്പും റെഡിയായി. കുറച്ച് വേറൊന്നുമല്ല, നമ്മുടെ 2 കപ്പ് പാലിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ആ മിൽക്കിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ആണെങ്കിൽ ഒരു 1/2 ടിന്ന് കണ്ടൻസ് മിൽക്ക് വെറുതെ ഇങ്ങനെ പാലൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതിയാവും. 1/2 ടിന്ന് തന്നെ വേണമെന്നില്ല, ഒരുപാട് മധുരം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫുൾ കപ്പും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ സോക്കായി അതിങ്ങനെ ഉള്ളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മിൽക്ക്. കുറച്ച് മിൽക്കും ബാക്കി വെച്ചിട്ടുണ്ട് കൂടെ, അതിൻ്റെ മുകളിൽ ലാസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്രീം ഇതാ ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും വിപ്പിംഗ് ക്രീം സ്റ്റിഫ് പീക്കായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്രീമി ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും, ആ ക്രീം കഴിച്ച ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു ഐസ്ക്രീം ഫ്ലേവറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കുറച്ച് സ്ട്രോബെറി സിറപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പൈപ്പിംഗ് ബാഗിലാക്കാം. എന്നിട്ട് റോസെറ്റിൻ്റെ നോസിൽ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് ചെറിയൊരു റഫായിട്ടൊരു ഡിസൈൻ, ഒരുപാട് ഇങ്ങനെ അലങ്കാരമൊന്നുമില്ല, സിമ്പിൾ ആൻഡ് ഈസി. ഇതില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ആ സമയത്ത് തോന്നിയ ഐഡിയയിലാണ് ഞാൻ ആ സമയത്ത് ചെയ്യുന്നത്. ഒന്നും ഇങ്ങനെ പ്രിപ്പയറായി ചെയ്യണത് അത് വേറെ എഴുതി വെച്ച് അങ്ങനെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്യാറുമുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഈ സമയത്ത് എന്ത് ചെയ്യുമെന്ന ഐഡിയ തോന്നിയിട്ട് ഈ ഇടയ്ക്കൊക്കെ അങ്ങനെയാണ്. കാര്യം സമയം എങ്ങനെയെങ്കിലൊക്കെ പോവും. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാറാണ് പതിവ്. അതുകൊണ്ടാണ് എനിക്കൊന്നും ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റാത്തത്. വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ ഫുള്ളും നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കും. ജസ്റ്റ് ഇതാ റോസറ്റ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിക്സാക്ക് അല്ലെങ്കിൽ ഒരു വേവിങ് ഇങ്ങനെ കൊടുക്കുകയാണ്. അതൊരു ഭംഗിയല്ലേ ഇങ്ങനെ കാണാൻ. ഇത് ലൂസ് ആയതുകൊണ്ട് തന്നെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒന്ന് ഫോളായി ഇങ്ങനെ ഒന്ന് ഡ്രിപ്പായി ഇങ്ങനെ പോവും എന്നുള്ളൊരു ഉദ്ദേശവും കൂടിയാണ്. അപ്പോൾ അത് കവറായും ഇരിക്കും, കൂടെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു ക്രീം പ്രത്യേകിച്ച് ഈ ഒരു വിപ്പിംഗ് പൗഡറിൻ്റെ ക്രീം നല്ല ടേസ്റ്റാണ്.
അങ്ങനെ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സമയത്ത് കുറച്ചുകൂടെ സ്റ്റിഫാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇതിങ്ങനെ തന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് ആ തണുപ്പ് കയറുമ്പോൾ ഇതൊന്ന് സ്റ്റിഫാവും. ആ സമയത്ത് ഒരു ഐസ്ക്രീമിൻ്റെ ഒരു കട്ടിയുണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. മെയിൻലി ഇത് ഐസ്ക്രീം ഫോക്കസ് ചെയ്ത് ഒരു ക്രീമി അല്ലെങ്കിൽ ഒരു ടേസ്റ്റി ഒരു ഡെസേർട്ട് ഐറ്റമായിട്ട് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ കൊടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് വേറെ സ്ട്രോബെറീസ് ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. കുറച്ച് ചെറീസ് ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തിട്ടു. കൂടെ തന്നെ കുറച്ച് പിസ്ത ജ്യൂസും ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിസ്ത ജ്യൂസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ബോക്സിൽ കൊള്ളുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി നമുക്ക് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഡോനട്ട്സ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൾക്ക് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡോനട്ട്സ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡോനട്ട്സിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ അതൊന്ന് റെസിപ്പി ആക്കാമെന്ന് എനിക്ക് തോന്നുള്ളൂ. ഇപ്പോൾ ഭയങ്കര മടിയാണ്, ഇങ്ങനെ എന്ത് ചെയ്താലും ഓ ചെയ്യണമല്ലോ എന്നിങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിരുന്നിട്ടാണ് ചെയ്യണത്. ഇതാ കണ്ടല്ലോ, ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഞാൻ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ടാണ് എടുത്തത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ കേക്കൊക്കെ എന്തെങ്കിലും ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി കളയൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറന്നു പോകണ്ട. ബൈ.